ന്യൂസ് 18 എക്സ്ക്ലൂസീവ് വാർത്തയാണ് ആദ്യം. എരുമേലിയിൽ വാപുര ക്ഷേത്ര നിർമ്മാണവുമായി ഹിന്ദു സംഘടനകൾ മുന്നോട്ട്. ക്ഷേത്രത്തിന്റെ ബാലാലയ പ്രതിഷ്ഠ ഇന്ന് നടന്നു. വാവൂര് പള്ളിക്ക് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് പൂജകൾ നടന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഹൈക്കോടതി നേരത്തെ ക്ഷേത്ര നിർമ്മാണം നിർത്തിവെപ്പിച്ച ഭൂമിയിലാണ് പൂജകൾ നടന്നത്. പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടി മാത്രമേ ക്ഷേത്രം നിർമ്മിക്കാവൂ എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. നമോ നമ ശ്രീഭൂതനാഥ സദാനന്ദ സർവഭൂതദയാ സാസ്തേതുഭ്യം നമോ നമ ശ്രീഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷതുഭ്യം നമോ നമ. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, നേരത്തെ തന്നെ ഹിന്ദു സംഘടനകൾ വ്യക്തമാക്കിയതാണ് വാവൂര് പള്ളിയല്ല വേണ്ടത്, വാപുര ക്ഷേത്രമാണ് വേണ്ടത് എന്ന്. ഹൈക്കോടതി ക്ഷേത്രം പണിയുന്നത് വിലക്കിയിരുന്നു. ആ വിലക്കിന് കാരണം പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാത്തതാണ്. അങ്ങനെ ഒരു അനുമതി കിട്ടുന്നതിന് മുൻപേ ഇപ്പോൾ അവിടെ ബാലാലയ പ്രതിഷ്ഠ നടന്നിരിക്കുകയാണല്ലോ. എന്താണ് ഇങ്ങനെ ബാലാലയ പ്രതിഷ്ഠ നടത്തിയത് കൊണ്ട് നിയമലംഘനം ഇല്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിച്ചവർ പറയുന്ന ന്യായം? മഞ്ജുഷ, ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ അനുമതിയില്ല. പ്രാദേശിക സർക്കാരിൻ്റെ തദ്ദേശ സ്ഥാപനത്തിൻ്റെ അനുമതി വേണ്ട. അത്തരം ചട്ടങ്ങളൊന്നും പാലിച്ചില്ല. ഇതാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ വാദം. അതുകൊണ്ടാണ് വിശ്വാസ വിഷയങ്ങളുമായി മുന്നോട്ട് പോവുക, അതിൻ്റെ ഭാഗമായുള്ള പൂജ, പ്രതിഷ്ഠ തുടങ്ങിയ ചടങ്ങുകളൊന്നും നടത്തുന്നതിന് ഇത്തരം തടസ്സങ്ങളൊന്നും ബാധകമല്ല എന്നതാണ് ഇവരുടെ നിലപാടാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇത്തരം നീക്കങ്ങളുമായി മുന്നോട്ട് പോയത്. ഇന്ന് ഈ ക്ഷേത്ര ചടങ്ങുകളുടെ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള പൂജകളും മറ്റു ചടങ്ങുകളുമാണ് അവിടെ നടന്നത്. വരും ദിവസങ്ങളിൽ പ്രതിഷ്ഠാ ചടങ്ങുകളും മറ്റു നീക്കങ്ങളും ഉണ്ടാവും. അത് കൂടുതൽ പൊതുജന പങ്കാളിത്തമൊക്കെ ഉറപ്പാക്കുമെന്നതാണ് ഇവർ വാദിക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം സ്വദേശിയായ ഒരു സ്വകാര്യ വ്യക്തി അദ്ദേഹത്തിൻ്റെ പുരയിടത്തിൽ, അദ്ദേഹത്തിൻ്റെ സ്ഥലത്താണ് ഈ ക്ഷേത്രം പണിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ബന്ധമില്ല എന്നതാണ് ഹിന്ദു സംഘടനകൾ ഇതുവരെ പറഞ്ഞിരുന്ന വാദം. പക്ഷേ ഇന്നത്തെ ഈ ചടങ്ങിൽ VHPയുടെ സംസ്ഥാന പ്രസിഡന്റ്, RSSന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ സംഘടന എന്ന തരത്തിൽ തങ്ങൾ ഇത് ഏറ്റെടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴും ഈ നേതാക്കളുടെ ഒക്കെ പിന്തുണ അവിടെ ഉണ്ടാവുന്നുണ്ട് എന്നതാണ് നമുക്ക് കാണാനാവുന്നത്. എന്തായാലും ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കോടതിയുടെ ഇടപെടലിൽ ക്ഷേത്ര നിർമ്മാണം നിർത്തിവെച്ചത് കെട്ടിട നിർമ്മാണത്തിന് മാത്രമാണ്. കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് നിർമ്മിച്ചിരുന്ന ചില ഭാഗങ്ങൾ അവിടെ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. മറ്റൊരു തടസ്സവും നിയമ ലംഘനവും അവിടെ നടത്തുന്നില്ല എന്നതാണ് അവരുടെ വാദം. ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇനി ഇതിൻ്റെ തുടർ നടപടികളിൽ ചില സംഘർഷ രംഗങ്ങൾ, ഒരുപക്ഷെ മതമൈത്രിയോ അല്ലെങ്കിൽ സമുദായങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമെന്ന ആക്ഷേപമൊക്കെ നേരത്തെ ഉയർന്നിരുന്നു. പക്ഷേ അത്തരം ആശങ്കകളൊന്നുമില്ല. അത്തരം സംഘർഷ രംഗങ്ങളോ മറ്റ് തർക്കങ്ങളോ ഒന്നും ഇന്ന് അവിടെ ഉണ്ടായിട്ടില്ല. ആ ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. വാവൂര് ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട വാവർ എന്ന സങ്കല്പത്തിന് എതിരല്ല വാപുരൻ എന്ന വാദമാണ് ഹിന്ദു ഐക്യവേദി അടക്കമുള്ളവർ ഉയർത്തുന്നത്. ഇതൊരു ഹൈന്ദവ ക്ഷേത്ര വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്, ഇതിന് ചരിത്ര രേഖകളുണ്ട് തുടങ്ങിയതാണ് അവർ ഉന്നയിക്കുന്ന വാദം. എന്തായാലും ഇത് ഒരു നിയമപ്രശ്നമായി നിലവിൽ മുന്നിലില്ല. ഹൈക്കോടതിയിൽ ഒരു പക്ഷേ കൂടുതൽ എന്തെങ്കിലും ഹർജികളോ നീക്കങ്ങളോ ഉണ്ടായെങ്കിൽ ഇതിൻ്റെ തുടർ നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതിൽ ദേവസ്വം ബോർഡ് അടക്കമുള്ളവർ എതിർവാദങ്ങളൊന്നുമായി ഇതുവരെയും രംഗത്ത് വന്നിട്ടുമില്ല. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. എരുമേലിയിൽ വാവൂര് പള്ളിക്ക് സമീപത്താണ് ഇങ്ങനെ ഒരു വാപുര ക്ഷേത്രം ഉയരുന്നത്. ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയിട്ടില്ല. അതിന് മുന്നോടിയായിട്ടുള്ള പൂജകളാണ്, ബാലാലയ പ്രതിഷ്ഠയാണ് ഇന്ന് നടന്നത്.